ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സന്ദീപ് രോഷ്നിയോട് ചോദിക്കുന്നത്, നമുക്ക് എത്ര കമ്പനീസ് ഉണ്ട്, നിനക്ക് ഏതിലെങ്കിലും അവിടെ പോയി ജോലി ചെയ്തുകൂടെ? നീ എന്തിനാണ് ഇവിടെ തന്നെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്നത്? അത് ചേട്ടന് അറിയില്ലേ? എനിക്ക് രാജുവിനെ വലിയ ഇഷ്ടമാണ്, എൻ്റെ ജീവനാണ് അവൻ. അവനെ കല്യാണം കഴിച്ച് അവനോടൊപ്പം ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴവൻ്റെ അമ്മ, ആ പുത്തമ്പണക്കാരി രാധമ്മയില്ലേ, അവനിപ്പോൾ പുതിയ പ്രപ്പോസൽ കൊണ്ട് വന്നിരിക്കുക, കേന്ദ്രമന്ത്രിയുടെ മോളെ. ആ രാജുവാണെങ്കിൽ ഇവിടെ എന്താ കാണിക്കുന്നത്? ഋതികയുടെ റൊമാൻസ്. എടി രോഷ്നി, നീ അതൊന്നും കണ്ട് വിഷമിക്കണ്ട. ആ ഋതികയായിട്ടുള്ള അവൻ്റെ റൊമാൻസൊക്കെ ഞാൻ ഉടനെ തന്നെ അവസാനിപ്പിച്ച് തന്നേക്കാം. അവളുടെ തന്ത ആ പ്രതാപവർമ്മയില്ലേ, അവനിപ്പോൾ എൻ്റെ കൈപ്പിടിയില്ല. അപ്പോൾ ആ ഋതിക ഞാനിങ്ങ് കല്യാണം കഴിച്ച നിൻ്റെ പ്രശ്നം അങ്ങ് തീരില്ലേ മോളെ? ചേട്ടൻ എന്തോന്നാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെ നടക്കുമെന്നാ ചേട്ടൻ ഈ പറയുന്നത്? എടി മോളെ, അവനൊരു നട്ടലില്ലാത്തവനാടി. നിനക്കറിയാവോ, ഋതിയെ അവൻ കല്യാണം കഴിക്കണമെങ്കിൽ രണ്ട് പ്രധാന കടമ്പകൾ അവൻ കടക്കണം. ഒന്ന്, അവൻ്റെ അമ്മ രാധമ്മ സമ്മതിക്കണം. പിന്നെ ഋതികയുടെ അച്ഛൻ പ്രതാപവർമ്മ സമ്മതിക്കണം. എടാ മരയോന്തേ, എടാ മണുണാനെ, നിനക്കറിയില്ലേടാ ഋതികയെ രാജു ഓൾറെഡി കല്യാണം കഴിച്ചതാണെന്ന്? അത് അറിയാതാണോ നീ ഇങ്ങനെ രണ്ടുപേരോട് ആലോചിക്കുന്നത്? ഇന്ന് ഋതിക രാജുവിൻ്റെ ഭാര്യ തന്നെയാണ്. ഇവർ രണ്ടുപേരും ഈ കല്യാണത്തിന് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നീ വിഷമിക്കേണ്ട രോഷ്നി. അല്ല ഏട്ടാ, ഇതിനേക്കാൾ വലിയ പ്രശ്നമല്ലേ ആ കേന്ദ്രമന്ത്രിയുടെ മകളുമായിട്ട് രാജുവിൻ്റെ അമ്മ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്? അതോർത്ത് എൻ്റെ മോള് വിഷമിക്കേണ്ട. ആ കല്യാണം നല്ല മനോഹരമായിട്ട് ഞാനങ്ങ് മുടക്കിയാലോ? നിൻ്റെ ചേട്ടൻ ആ കല്യാണം മുടക്കിയിരിക്കും. അതെന്തായാലും നന്നായി. അങ്ങനെ വല്ല നല്ല പ്രവൃത്തി വല്ലതും ചെയ്യടാ, അത് മുടക്ക്. ഋതികയും രാജുവും സ്വസ്ഥതയായിട്ട് സമാധാനത്തോടെ ജീവിക്കട്ടെ. നീ നോക്കിക്കോ, രാജുവും ഋതിയും കൂടി ഓഫീസിലുള്ള ഈ അടുപ്പം തന്നെ ഞാൻ ഇല്ലാതാക്കിക്കളെ. നീ നോക്കിക്കോ, നീ ചെയ്യേണ്ടത് ഒന്നാ, നമ്മൾ രണ്ടുപേരും ഒരു മനസ്സോടെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണം. അതിനെന്താ ചേട്ടാ സംശയം? ഇതാ പിടിക്ക് കൈ. അങ്ങനെ രണ്ടുപേരും കൈകോർത്തൊരു വലിയ പ്രതിജ്ഞ എടുത്തതുപോലെ ചിരിയാണ്. ഒരിക്കലും നടക്കാത്ത കാര്യത്തിനുള്ള പ്രതിജ്ഞ. ദൈവം കൂട്ടിച്ചേർത്തതാണ് രാജുവും ഋതിയെ. അവരെ തങ്ങൾ വേർപിരിക്കാൻ ഇവനാര് ദുർവാസാവ് മഹർഷിയോ? ഈ സമയം രാജുവാണെങ്കിൽ അവൻ്റെ ക്യാബിനിൽ ഏതോ ഒരു സ്റ്റാഫോട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. രോഷ്നി അവൻ്റെ ക്യാബിൻ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഭയങ്കര ദേഷ്യം വരുന്നു. രാജുവിനെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ദേഷ്യം. പക്ഷേ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതി പെട്ടെന്ന് രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, രാജു മീറ്റിംഗ് തുടങ്ങാറായി? ആ സമയം. അപ്പം തന്നെ സ്വാമി രാജുവായിട്ട് മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്തവരുമായിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. സാറിൻ്റെ RR ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ചേർന്ന് 5 years പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. ഡിസൈനിങ് രംഗത്തുള്ള ഒരു പുതിയ കാൽവെപ്പ്. അതിനെന്താ, നല്ല കാര്യം എന്നിങ്ങനെ രാജു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ക്യാബിൻ അങ്ങോട്ട് തള്ളി തുറന്ന് കൈയടിച്ച് സന്തോഷത്തോടെ ആ സന്ദീപ് അങ്ങോട്ട് വരിക. ഗ്രേറ്റ് എന്നും പറഞ്ഞ് വന്നിട്ട് ആ ചേറയിലോട്ട് ഇരുന്നിട്ട് എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം എന്നെ മനസ്സിലായില്ലെന്ന്. അവനങ്ങനെ സ്വയം പരിചയപ്പെടുത്തുവാണ്. ഞാൻ സന്ദീപ് വിശ്വനാഥൻ, തോട്ടത്തിൽ വിശ്വനാഥൻ്റെ മകൻ. അങ്ങനെ വിശ്വനാഥൻ സാറിനെ കുറിച്ച് കുറച്ച് പുകഴ്ത്തിയൊക്കെ അവൻ പറയുന്നുണ്ട്. അച്ഛനോട് യാതൊരു സ്നേഹമോ ബഹുമാനമോ ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അച്ഛൻ്റെ പേര് വെളിപ്പെടുത്തി അഭിമാനിക്കാൻ അവൻ ഒട്ടും നാണമില്ല. RR ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പാർട്ട്ണർഷിപ്പ് തന്നെ അച്ഛനെ എങ്ങനെയോ കവളിപ്പിച്ച് അച്ഛനിൽ നിന്ന് തട്ടിയെടുത്തവനാണിവൻ. അതിനുവേണ്ടി സ്വന്തം പിതാവിനെ കൊന്നോന്ന് പോലും അറിയില്ല. വന്നിരിക്കുന്നവർ പറഞ്ഞു, സാറേ തോട്ടത്തിൽ വിശ്വനാഥ് സാറിനെ കുറിച്ച് ഞങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സന്ദീപ് പറ, ഞാനും RR ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ രാജുവിൻ്റെ ഈക്വൽ പാർട്ട്ണറാണ്. രാജുവിൻ്റെ മുഖം അങ്ങ് വാടി. വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് രാജു ചെന്ന് പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ രാജു? സന്ദീപ് പറയുക, ഞാൻ കൂടെ ഇതിൽ സൈൻ ചെയ്തെങ്കിലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകൂ. വലിയ അധികാരത്തിൽ തന്നെയാണ് സന്ദീപിൻ്റെ വർത്തമാനം. രാജു മനസ്സിൽ പറയും, ഇവൻ ഓവർ സ്മാർട്ട് കളിക്കുവാണല്ലോ. അതേ ഒരു ഭാവത്തിൽ തന്നെ നമ്മുടെ സന്ദീപ് രാജുവിനെ നോക്കുക. അപ്പോൾ വന്നിരിക്കുന്നവർ പറയും, അപ്പോൾ 2 MDമാരുടെ സാന്നിധ്യത്തിൽ കാര്യം എളുപ്പമായല്ലോ. നിങ്ങളുടെ കമ്പനിയിൽ നിന്നുള്ള ഡിസൈനുകൾ ഞങ്ങൾക്ക് വേണം. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു മോഡൽ ഞങ്ങൾ എടുക്കുന്നതാണ്. ഓക്കെ എന്നിങ്ങനെ രാജു പറയുക. രാജു ഉടനെ സ്വാമിയോട് പറയും, സ്വാമി പോയി ഋതിയെ വിളിച്ചോണ്ട് വാ. അങ്ങനെ സ്വാമി ഋതിയെ വിളിക്കാൻ പോകുന്നു. ഋതിയെ വരികയും ചെയ്തു. രാജു അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഋതികയാണ്. അത് കേട്ടതും സന്ദീപിൻ്റെയും ആ രോഷ്നിയുടെയും മുഖം അങ്ങ് മാറി. രാജു ഋതിയോട് പറയാം, ഋതിക ഇത് SR കമ്പനിയിൽ നിന്നാണ്. ഇവർക്ക് ഏറ്റവും നല്ല ഡിസൈൻ വേണം. അതിൽ ബെസ്റ്റ് ഡിസൈൻ ഇവർ സെലക്ട് ചെയ്യും. ഋതികയ്ക്ക് ചെയ്യാമല്ലോ. വളരെ സന്തോഷത്തോടെ ഋതി, അതിനെന്താ ഞാൻ ചെയ്യാം. അയ്യോ, ആ രോഷ്നിയുടെ മുഖം ചാടി എഴുന്നേറ്റ് ഋതിയെ കടിച്ചു തിന്നുന്ന ഒരു നോട്ടം. വന്നവരിൽ ഒരാൾ ചോദിക്കുന്ന ഋതിയോട്, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പ്രധാന മേഖലകൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? എനിക്കറിയാം, എന്നാൽ ഞങ്ങൾക്കൊന്ന് വിവരിക്കാം. അതിനെന്താ, വിവരിക്കാമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഋതി ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയുവാണ്. വസ്ത്രത്തിൻ്റെ ഡിസൈൻ, ഫ്രണ്ട്, ബാക്ക് ആൻഡ് സൈഡ് വ്യൂസ്, പിന്നെ കളർ കോമ്പിനേഷൻ വരും എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് വിവരിക്കുമ്പോഴേ അവർ പറയാം, മതി ഞങ്ങൾക്കെല്ലാം തൃപ്തിയായി. ഇതിനെക്കുറിച്ച് നല്ല അറിവുകളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ കേൾക്കുമ്പോൾ സന്ദീപിൻ്റെയും രോഷ്നിയുടെയും കാര്യം പറയണോ? നമ്മുടെ രാജു അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ ഋതിയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വാമിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡാണ്, എപ്പോൾ വരാം സാർ എന്നും പറഞ്ഞ് അവർ പോവുകയാണ്.
ഋതികയോടുള്ള സ്നേഹവും ഋതികയോടുള്ള പ്രശംസയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രാജു ഇരിക്കുന്ന കണ്ടിട്ട് റോഷ്നിക്ക് തീരെ സഹിച്ചില്ല. അവൾ ദേഷ്യത്തോടെ ഇറങ്ങി അങ്ങ് പോയി. ആ സന്ദീപ് അവിടെ തന്നെ വയലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ രാജുവും ഋതിക അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവരുടെ റൊമാൻസ് ഇങ്ങനെ കണ്ണിൽ കൂടെ തന്നെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. സന്ദീപിന് സഹിക്കുന്നില്ല. അവനിങ്ങനെ ദേഷ്യം കടിച്ചമർത്തി പിടിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. ഇനിയും കൂടുതൽ നേരം ഇത് കണ്ടിരിക്കാൻ നിവർത്തിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്ദീപ് അങ്ങോട്ട് എഴുന്നേറ്റ് പോകാനൊരുങ്ങുമ്പോൾ രാജു പറയാ, സന്ദീപ് അവിടെ നിന്ന് നിന്നേ, എനിക്ക് സന്ദീപിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വന്നേ നീ ഓവർ സ്മാർട്ട് കളിച്ചത് എന്താ രാജു, നിനക്ക് ഫീൽ ചെയ്തോ? എടാ സന്ദീപേ, ഈ ഡിസൈനിങ്ങിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാവോടാ? എടാ രാജു, ഒരു മന്ത്രിയുടെ PA ആയ നിനക്ക് ബിസിനസ് തുടങ്ങാമെങ്കിൽ നിന്നെ ബിസിനസ് പഠിപ്പിച്ച തോട്ടത്തിൽ വിശ്വനാഥൻ്റെ മകന് എന്തു ആകാവടാ? ആ ഷർട്ടും കോട്ടും ഒക്കെ ഒന്ന് വലിച്ചിട്ട് ഒരു പരിഹാസത്തോടെ സന്ദീപിനെ നോക്കിയിട്ട് നമ്മുടെ രാജു പറയാ, എടാ സന്ദീപേ, എന്നെ ആരും ബിസിനസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. വിശ്വനാഥൻ സാർ എനിക്കൊരു മാർഗം കാണിച്ചു തന്നു. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിനോട് വളരെ നന്ദിയുണ്ട്. രാജു, നീ ഡിസൈനിങ് അറിയാവോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഋതികയല്ലേ ഇവിടുത്തെ ഡിസൈനർ, അല്ലാതെ രാജു അല്ലല്ലോ. എടാ, അവൾ എൻ്റെ ഭാര്യയാടാ, നിനക്കത് അറിയില്ലേ? നിൻ്റെ ഭാര്യയായിരുന്നൊക്കെ ഋതിക പണ്ട്. ഇപ്പോഴവളെ നിൻ്റെ എൻ്റെ ഈ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമാണ്. അവളിവിടെ ചെയ്യുന്ന ഓരോ ജോലികളും എനിക്കും നിനക്ക് മാത്രമുള്ളതാണ്. അറിയാവോടാ നിനക്ക്? ഇത്രയും കേട്ടത് രാജുവിൻ്റെ ക്ഷമയങ്ങ് നശിച്ച് അവൻ്റെ കോളറിന് കുത്തി ഒരു പിടുത്തം. ആ പിടുത്തത്തിൽ സന്ദീപ് തെറിച്ച ചേറെ പോയങ്ങ് ഇരുന്നു. എടാ, നീ എൻ്റെ ഭാര്യക്കേറി അവളെന്ന് വിളിച്ചോടാ. നീ ഇവിടെ കിടന്ന് കൂടുതൽ കളിക്കല്ലേ. നിൻ്റെ അച്ഛനെ ഉണ്ടല്ലോ എനിക്ക് ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. അത് പറ്റില്ലല്ലോ രാജു. ഇവൻ്റെ അച്ഛൻ ഇന്ന് ജീവനോടുണ്ടോ എന്ന് പോലും നിനക്കറിയില്ലല്ലോ. ആദ്യം നീ വിശ്വനാഥൻ സാറ് ജീവിച്ചിരിപ്പുണ്ടോ, അയാൾക്ക് എന്താ പറ്റിയത്, എങ്ങനെയാണ് ഈ എഗ്രിമെൻ്റ് ഇവൻ ഉണ്ടാക്കിയെടുത്തത്, അതൊക്കെ ആദ്യം അന്വേഷിക്കാൻ നോക്ക്. എപ്പോഴും രാജുവിന് മണ്ടത്തരങ്ങൾ ഒരുപാട് കാണിക്കുമല്ലോ. ഇപ്പോഴെങ്കിലും ഇവൻ ഇത്രയും അധികാരം ആ കമ്പനിയിൽ കാണിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അന്വേഷിക്കണം രാജു. അല്ലാതെ ഇവിടെ കിടന്ന് വളവള പുളവളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദ്യം നീ അതിൻ്റെ പുറകിന് പോകും. അപ്പോൾ മനസ്സിലാകും നിൻ്റെ അമ്മായിയമ്മ പോലും ഇന്ന് അവൻ്റെ കസ്റ്റഡിയിലാണ്, ഇവൻ്റെ തടവറയിലാണെന്ന്. ഋതികയ്ക്ക് വേണ്ടി അവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, പ്രതാപവർമ്മയിൽ നിന്ന് എങ്ങനെയാണ് അംബികയെ ഇവൻ കൂട്ടുപിടിച്ചത്, ഇത് വല്ലതും രാജു നീ അറിയുന്നുണ്ടോ? സന്ദീപ് പറയാം, നിൻ്റെ നടക്കാത്ത സ്വപ്നങ്ങളാടാ ഇതെല്ലാം. രാജു പറയാം, എടാ, ഈ രാജു കണ്ട സ്വപ്നങ്ങളൊക്കെ ഇതുവരെ ഞാൻ നടത്തിയിട്ടേ ഉള്ളൂ. കേട്ടോടാ പുല്ലേ എന്നും പറഞ്ഞാൽ ചേറൽ അവനൊരു ഒറ്റ തട്ട് തട്ടിയിട്ട് രാജു ആ ക്യാബിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ സന്ദീപ് അങ്ങനെ പേടിച്ച് വിറങ്ങിലിച്ച് എന്തോ ഒരു ഭാവത്തിൽ അവൻ അങ്ങനെ ഇരിപ്പുണ്ട്. പ്രതികാരദാഹിയെപ്പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ ഋതികയാണെങ്കിൽ രാത്രിയിലിരുന്ന് രാജുവിന് കൊടുക്കാനുള്ള ഡിസൈൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ മഹാഭാവി കള്ളി അംബിക ഒളിഞ്ഞു വന്നൊന്ന് നോക്കുക. ഇവളെന്തുവാ ഈ രാത്രി ചെയ്യുന്നത്? ഇത്ര കാര്യമായിട്ട് ഉറങ്ങാതെ ഈ ഡിസൈൻ ഇവളിങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് അത്ര മുഖ്യമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണല്ലോ എന്നിങ്ങനെ നോക്കി നിൽക്കുവാണ് അവൾ. ഋതിക ഇതൊന്നും കാണുന്നുമില്ല. ഋതിക നല്ല മനോഹരമായ ഡിസൈൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ശേഖരൻ കൊണ്ട് ആ വഴി വരുന്നത് കണ്ടുകൊണ്ട് അംബിക ഓടി മറഞ്ഞങ്ങ്, അയ്യോ മോൾ ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ, സമയം ഒരുപാടായി, മോള് ചെന്ന് ഭക്ഷണം കഴിക്കുക. ഇല്ല ചെറിയച്ച, കുറച്ച് വർക്കോടെ ബാക്കിയുണ്ട്, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. അങ്ങനെ ശേഖരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അംബിക വീണ്ടും വന്ന് ഒളിഞ്ഞ് അവിടെ നിന്ന് നോക്കുവാണ്. ഇതാണ്ട വീണ്ടും നമ്മുടെ യാമിനി വരുന്നുണ്ട്. മോളെ ഒരുപാട് ലേറ്റായി, മോള് പോയി ആഹാരം കഴിക്കുക. അപ്പോഴും അംബിക ഓടി മറഞ്ഞു. ശരിയമ്മേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കായത്, ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കഴിച്ചോളാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അംബിക കേട്ട് കഴിഞ്ഞു. മോളെ, ഈ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റാവുമെങ്കിൽ ചെറിയമ്മയെ വിളിച്ചാൽ മതി. ചെറിയമ്മ ഭക്ഷണം ചൂടാക്കി തരാം. അതൊന്നും സാരമില്ല ചെറിയമ്മ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെറിയമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോ. മനുഷ്യത്വമുള്ളവരാണല്ലോ നമ്മുടെ യാമിനിയും ശേഖരനും ഒക്കെ. അവർക്ക് ഋതിയോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാനുണ്ടോ? വീണ്ടും നണ്ട ദുഷ്ട പിശാച് ഒളിച്ചു നോക്കാൻ തുടങ്ങിയിരിക്കുക. ദൈവമേ, അവിടെങ്ങും ആരുമില്ലേ? കുറച്ച് മുളക് പൊടി എടുത്ത് ഇവിടെ കണ്ണിലോട്ട് എറിയാൻ. അംബിക മനസ്സിൽ പറയാം, ഇത് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റുള്ള വർക്കാണെങ്കിൽ ഇതൊന്ന് കലക്കി കുളവാക്കി കൊടുക്കണമല്ലോ. രാജുവിൻ്റെ കമ്പനിയിലെ ആ ഇമ്പോർട്ടൻ്റ് വർക്ക് ഇവൾ കാരണം കുളവായാൽ അത് നന്നായിട്ടിരിക്കും. എത്ര നല്ല മനസ്സാടി ഈ അംബിക പിശാചേ നിൻ്റെത്. ആ കുഞ്ഞു പോയി അധ്വാനിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടല്ലേടി നീ 3-4 വട്ടം വെട്ടി വിഴുങ്ങുന്നത് തന്നെ. ഉണ്ണുന്ന ചോറിനോടെങ്കിലും നന്ദി കാണിച്ചുകൂടെ അംബികയെ നിനക്ക്? അടുത്തതായിട്ട് നമ്മുടെ പ്രതാപൻ അങ്ങോട്ട് വരുന്നു. മോളെ, കഴിഞ്ഞില്ലേ? ഇപ്പോൾ കഴിവെച്ച അത് മതി, മോളിങ്ങോട്ട് വന്നേ, നമുക്ക് ആഹാരം കഴിക്കാം. ആളുകളെ കാണുമ്പോഴൊക്കെ അംബിക ഓടി മറിഞ്ഞിങ്ങനെ നിൽക്കുക. പറ്റില്ല, മോളിങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ എന്നും പറഞ്ഞ് പ്രതാപൻ ഋതികയുടെ കൈക്ക് പിടിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോവാ. ഈ സമയം നോക്കി ആ അംബികയെ അകത്ത് കയറി വന്ന് ആ ലാപ്ടോപ്പിൽ നോക്കിയ ഡിസൈനും കണ്ടിട്ട് ആ ഡിസൈനിൽ അവൾ എന്തൊക്കെയോ കാണിച്ച് അതൊക്കെ വൃത്തികേടാക്കി വെച്ച് കളഞ്ഞു.
എന്നിട്ട് ഋതിക വരുന്നതിന് മുമ്പേ അവൾ അവിടെ നിന്ന് ഓടി മറഞ്ഞു നിന്ന്. പാവം ഋതിക തൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് ബാക്കി പണി ചെയ്യാൻ നോക്കുമ്പോൾ അവൾ ഡിസൈൻ ചെയ്ത് വെച്ച് തന്നെ ആ വർക്ക് കണ്ട് അവളാകെ തകർന്നു പോയി. ഋതിക ഇങ്ങനെ ആകെ വിഷമത്തോടെ ലാപ്ടോപ്പിൽ നോക്കി നിൽക്കുന്നത് ആ അംബിക അവിടെ കൊണ്ട് നോക്കി നിന്ന് രസിക്കുവാണ്. ഋതിക പ്രാന്ത് പിടിച്ചതുപോലെ ലാപ്ടോപ്പിൽ ഓരോ ബട്ടണിട്ട് തട്ടിയിട്ട് ദൈവമേ ഇതിലുണ്ടായിരുന്ന ഫയൽസൊക്കെ എവിടെ, അവൾ ആകെ സങ്കടപ്പെട്ട് നിലവിളിക്കുന്ന അവസ്ഥയിലെത്തി. ഇത് കണ്ടിട്ട് ആ ദുഷ്ടൻ നിന്നങ്ങ് സന്തോഷത്തോടെ നിൽക്കുവാണ്. ദുഷ്ടരെ പന പോലെ ഉയർത്തു എന്ന് പറയുന്നത് ഇതാണോ ദൈവമേ, എനിക്ക് മനസ്സിലാകുന്നില്ല. പാവം ആ കുഞ്ഞിൻ്റെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് അവൾ നശിപ്പിച്ചത്. എൻ്റെ ദൈവമേ, എത്ര മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്ത വർക്കാ, ഇതെങ്ങനെ ഇത്ര എളുപ്പം വാനിഷായി പോയതോ. രാജുവിനോട് ഞാൻ എന്തു പറയും? നാളെ ഈ ഡിസൈൻ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജുവിനതൊരു വല്ലാത്ത നാണക്കേടായി പോകും. ഋതിക പാവം അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് ഒരു ഡിസൈൻ അവൾ വരയ്ക്കുവാണ്. ഇതെല്ലാം അംബിക കണ്ടുകൊണ്ട് നിൽക്കുക. ദൈവമേ, അംബികയുടെ തലയിൽ ആ ഒലക്കയെടുത്ത് നടിക്കാൻ പോലും ആരുമില്ലേ. ഇതാണ് ഈ രാജുവിന് ഋതികയ്ക്കുള്ള ഒരു പ്രശ്നം. ആരെതിരികളുണ്ടെന്ന് മനസ്സിലാക്കിയാലും അവരെ സൂക്ഷിക്കത്തില്ല. ഈ മിസ്റ്റേക്ക് സംഭവിച്ചത് ആ അംബികയല്ലാതെ വേറെ ആരും അത് ചെയ്യില്ലെന്ന് ഋതികയ്ക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല. പാവം ഋതിക ഒരുപോലെ കണ്ണുപോലും അടയ്ക്കാതെ ആ രാത്രി മുഴുക്കെ ഉറക്കം നിന്ന് അവൾ എങ്ങനെയോ ആ ഡിസൈൻ ഒപ്പിച്ചെന്നാണെന്ന് തോന്നുന്നത്. രാവിലെ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഋതിക അവിടെ ക്യാബില്ല ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലൊരു ശത്രു ഉണ്ടെങ്കിൽ ഓഫീസിലും 2 ശത്രുക്കളാണുള്ളത്. ആ റോഷിനെ ആ ക്യാബിൽ ഒളിഞ്ഞു നിന്ന് നോക്കുന്നു. ഇവിടെ മുഖത്തെ ലക്ഷണം കണ്ടിട്ട് ഇവൾ എന്തോ ഒരു വലിയ ഡിസൈൻ പ്ലാൻ ചെയ്ത ലക്ഷണം ഉണ്ടല്ലോ. ഒരബദ്ധം പറ്റിയാലും ഋതിയോ രാജുവോ പഠിക്കുമെന്ന് തോന്നുന്നില്ല. വീട്ടിലുണ്ടായ അനുഭവം മനസ്സിലാക്കി ആ ഋതിക അതിൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഇവൾ ഇവിടെ കുളവാക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി റോഷിനി ചെന്ന് അവിടെ ചേട്ടനോട് വിളിച്ച് എന്തോ രഹസ്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഋതിക അങ്ങനെ സന്തോഷത്തോടെ ലാപ്ടോപ്പിൽ ഡിസൈൻ ചെയ്യുമായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് സന്ദീപ് ക്യാബിൻ്റെ ഋതികയെന്നൊരു അലർച്ച. ഋതിക അങ്ങ് ഭയന്ന് പോയി നെഞ്ചത്ത് കൈവച്ചിട്ട്, എന്താ ഇത്, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നിങ്ങൾ, ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കുക. അയ്യോ, ഋതിക ഇങ്ങനെ പേടിച്ചാലോ, ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ, അതിനിങ്ങനെയാണോ നിങ്ങൾ തമാശിക്കുന്നത്? തമാശയ്ക്ക് എൻ്റെ ഒരു ഓഫീസല്ലേ, ഇങ്ങനെയാണോ ഒരു ഓഫീസിൽ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ഋതിക ദേഷ്യത്തോടെ ചോദിക്കുക. ഋതിക ആകെ ഭയന്നിരിക്കുക. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അവരുടെ ലക്ഷ്യം അതായിരുന്നല്ലോ, അവളുടെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുക. ആ സന്ദീപ് കള്ളം പറയുക, ഞാനൊരു വന്യമൃഗമൊന്നും അല്ല ഋതികയെ, ഞാൻ ഈ കമ്പനിയുടെ ഒരു പാർട്ട്ണറാണ്. ഓഫീസിലായാലും എവിടെയായാലും ആർക്കും പിരിമുറുക്കമില്ലാതെ ജോലി ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നിട്ട് അവനവിടെ കാണിക്കുന്ന എന്തുവാ, ഋതികയുടെ കോൺസെൻട്രേഷൻ പോകണം, അവൾ ആ വർക്ക് ശരിക്കും ചെയ്യരുത്, അതിനുള്ള പരിപാടിയിലാണ് അവൻ ഒരുങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് ഋതിയെ വർക്ക് ചെയ്യിക്കരുത്, അത് ഫിനിഷ് ചെയ്യിക്കരുതെന്നുള്ള ഐഡിയ തന്നെയാണ് അവൻ്റെ നിപ്പ്. ഞാൻ എപ്പോഴും ജോളിയായിട്ടാണ്, എപ്പോഴും പെൺകുട്ടികളോട് ഞാൻ വളരെ സ്നേഹത്തിൽ ഇടപെടും എന്നൊക്കെ പറയുമ്പോൾ ഋതിക പറയാം, അതെ, നല്ല അടി കിട്ടുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈ ഋതിയെക്കൊട്ട് മനസ്സിലാകുന്നില്ല. അവൻ അവിടെ കിടന്ന കഥകളൊക്കെ, ഈ കോളേജ് ക്യാമ്പസ് എന്ന് വെച്ചാൽ ഒരു പൂങ്കാവനമാണെന്ന് ഋതിയേക്കറിയാലോ. എൻ്റെ പുറകെയും രാജുവിൻ്റെ പുറകെയും പെൺകുട്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നടക്കുമായിരുന്നു. ഈ രാജു ഉണ്ടല്ലോ, അവൻ ഒരാളോടും മിണ്ടില്ല. പക്ഷേ ഈ ഞാനങ്ങനത്തെ ആളല്ല കേട്ടോ. ഞാൻ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറും. പ്രേമമില്ലാത്ത ലോകം എന്തൊരു ലോകമാണ് ഋതികെ. ഇവൻ ഇന്ന് മിക്കവാറും രാജുവിൻ്റെ കൈ നാടി കൊണ്ട് അവൻ്റെ പ്രേമരോഗം ഇവിടെ തന്നെ അവസാനിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ഇവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഋതികയുടെ ശ്രദ്ധ മാറുന്നില്ലെന്ന് കണ്ടുകൊണ്ട് അവൻ ചോദിക്കുന്നു, അതൊക്കെ ഇരിക്കട്ടെ ഋതികെ, ഡിസൈൻ ചെയ്തോ? ആ ചെയ്തെങ്കിൽ ആ ഡിസൈൻ ഒന്ന് കാണിച്ച്, എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ? ഋതികെ, ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആയിക്കോ, പക്ഷേ ഞാൻ ഡിസൈൻ ചെയ്തത് ഇപ്പം നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റില്ല. അവൻ്റെ ഉദ്ദേശം നടക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ മനസ്സിൽ പറയാം, വേണ്ടടി, നീ സൂക്ഷിച്ചു വെച്ചോ, എനിക്കറിയാവിടെ ഇതെന്ത് ചെയ്യണമെന്ന്. അവൻ്റെ ഉള്ളിലെ ചെകുത്താൻ്റെ മനസ്സ് കണ്ടോ. ഇനി ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കി സന്ദീപ് അങ്ങ് പോയി. സന്ദീപ് വന്നിട്ട് സ്വാമിയോട് പറയാം, എടോ, താൻ എന്തൊക്കെ പരീക്ഷണങ്ങളാണോ ഈ ഓഫീസിൽ ചെയ്യണമെന്ന് പറഞ്ഞത്? സാറേ, എൻ്റെ വെറും അഭിപ്രായങ്ങൾ മാത്രമാണ്, അതൊരു വിടുവായിത്തരം ഒന്നുമല്ല. എന്നാലേ വിടുവായിത്തരം പറഞ്ഞാൽ താൻ വിവരം അറിയടാ. എന്തായാലും തൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞ്. സാറേ, മുഖ്യമായിട്ടും ഈ ഓഫീസിന് ഒരു ക്യാൻറ്റീൻ, അതെന്തായാലും കൊള്ളാം. ഇവിടെ ഉള്ളവർക്കുള്ള ഭക്ഷണത്തിൻ്റെ വില തീരെ കുറവായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഇഡ്ഡലിക്ക് 50 പൈസ, അങ്ങനെ സാമ്പാറും ചായയും എല്ലാം കൂടെ 3 രൂപ. ഒരു കളിയാക്കലോടെ സന്ദീപ് ചോദിക്കുന്നത്, എന്നിട്ട് എന്താ അടുത്ത് ഫിഷ് കറി മീൽസ് ആണെങ്കിൽ ഊണിന് 1.5 രൂപ. ഇനി ഒരു ഫിഷ് ഫ്രൈയും കൂടി ചേർത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഊണിന് ഒരു 2.5 രൂപ. പിന്നെ മസാല ദോശയ്ക്കും വടയ്ക്കും കൂടെ 1 രൂപയൊക്കെ വില കിട്ടാൽ മതി. ഞാൻ പണ്ട് KNKയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നോടോ? അവിടെ സാറേ ക്യാൻറ്റീനേ ഇല്ലായിരുന്നല്ലോ. ഇതെല്ലാം കേട്ടിട്ട് സന്ദീപ് പറയും, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഓഫീസിൻ്റെ പുറകുവശത്തെ സ്റ്റാഫുകൾക്കായിട്ടൊരു ബാറൂടെ നമുക്കങ്ങ് തുടങ്ങിയാലോ? അതിൽ എനിക്ക് വിരോധമൊന്നുമില്ല സാറേ, സ്വാമി പറയുക. അപ്പോൾ രാജുവും രാധമ്മയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ സന്ദീപ് സ്വാമിയോട് ചോദിക്കുക, രാജുവിൻ്റെ ഈ അമ്മയ്ക്ക് വലിയ ജാടയാ.
ഉടനെ നമ്മളെ സ്വാമി പറയും, ഈ രാജു സാറിൻ്റെ ഈ അമ്മയെന്ന് പറയാൻ രാജു സാറിന് ഒറ്റ അമ്മയേ ഉള്ളല്ലോ, ഇനി പിന്നെ അവർക്ക് ജാടയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. രാജുവും രാധമ്മയും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ ഉടനെ നമ്മുടെ സ്വാമി ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മേഡം എന്ന് പറയുന്നു. സ്വാമി വരൂ എന്നും പറഞ്ഞ് രാജു താണ്ടെ സ്വാമിയെ വിളിച്ചുകൊണ്ടങ്ങ് പോയി. ഒരു പട്ടിക്ക് കൊടുക്കുന്ന മര്യാദ പോലും രാധമ്മയും രാജുവും സന്ദീപിന് കൊടുത്തില്ല. നാണം കെട്ട് സന്ദീപ് അങ്ങനെ നിൽക്കുക. രാജുവിൻ്റെ ക്യാബിനിലോട്ട് വന്നിട്ട് രാധമ്മ രാജുവിനോട് പറയാം, ആ റോഷ്നിയുടെ ഒരു ആങ്ങളയില്ലേ, അവൻ്റെ ഒരു നോട്ടവും ഒരു നിപ്പും, അവനെ ഉടനെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അത് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക അമ്മേ. എങ്ങനെയെങ്കിലും വിശ്വനാഥ് സാറിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കണം. രാജു എന്നിട്ട് സ്വാമിയോട് പറയാം, സ്വാമി ആ ഹൃതിയെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. അത് കേട്ടതും രാധമ്മ ദേഷ്യത്തോടെ തുള്ളു. അവളെ എന്തിനാടാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? നിന്റെ സ്റ്റാഫിനെയൊക്കെ എന്തിനു ഇതിനകത്തോട്ട് വിളിച്ചു വരുത്തണം? അമ്മേ അതിനൊക്കെ കാര്യമുണ്ട്. അമ്മ ഇച്ചിരി ഒന്നും മിണ്ടാതിരിക്കും. അമ്മേ നമ്മുടെ കമ്പനീന് കുറേ ഡിസൈൻസുകൾ മറ്റ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാമി അവളോട് വരാൻ പറ. ഒത്തിരി ഡിസൈനേഴ്സൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ കാര്യത്തിൽ മിടുക്കി ഹൃതിക തന്നെയാണ്. അവളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാനാണ് ഞാൻ അവളെ വിളിക്കുന്നത്. അതൊക്കെ ചെയ്യാൻ അവൾക്കറിയാവോ? അതൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നീ അവളോട് പഴയ അടുപ്പമൊന്നും കാണിച്ചേക്കരുത്. സമയത്ത് സന്ദീപ് എന്തോ പ്ലാൻ ചെയ്തിട്ടാണെന്ന് റോഷ്നിയോട് പോയിട്ട്, എടീ നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേട്ടാ നീ ഇങ്ങോട്ട് വന്നേ പറയട്ടെ. എടീ മോളെ, നമ്മളറിയാതെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ടൈം. അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഞാനും നീ ഇവിടെ നിൽക്കുന്നത് പല ലക്ഷ്യങ്ങൾ കൊണ്ടല്ലേ? അതേ ചേട്ടാ, അപ്പോൾ നമുക്ക് നിറവേറ്റണ്ടേ? അത് വേണം ചേട്ടാ. എങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്ലാനിങ്ങിനുള്ള സമയമായി. ആ പരമദുഷ്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവും മലവും ഒക്കെ നോക്കിയിട്ട് എന്തോ ഒരു രഹസ്യം റോഷ്നിയോട് പറയുക. എന്തോ നടക്കാൻ പാടില്ലാത്ത എന്തോ ഗൂഢാലോചനയാണ് ആങ്ങളെയും പെങ്ങളോടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സമയം ഹൃതിക സ്വാമി വിളിച്ചുകൊണ്ട് രാജുവിൻ്റെ ക്യാബിനിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഹായ് ഹൃതിക എന്നിങ്ങനെ പറയുമ്പോൾ ഹൃതിക ഓർക്കാതെ ഹായ് രാജു എന്ന് വിളിക്കാനായിട്ട് വരികയും രാധമ്മയെ കണ്ടതും അങ്ങ് പേടിച്ചു പോയി. എന്നിട്ട് രാജുവിനെ സാറെന്ന് വിളിക്കുക. രാജു ചോദിക്കുന്ന ഡിസൈൻ റെഡിയായോ? ചോദിച്ചത് കേട്ടില്ലേ? രാധമ്മ നിൽക്കുന്നുണ്ട്. ആകെ ഒരു പേടി നമ്മുടെ ഹൃതിയയ്ക്ക്. ആയി സാർ, എങ്കിലാ ഡിസൈൻ ആദ്യം എന്നെയല്ലേ കാണിക്കേണ്ടത്? രാജു പറയുക. അതല്ലേ അതിൻ്റെ ഒരു രീതി തന്നെ. ഞാൻ പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വരാം സാർ എന്നും പറഞ്ഞ് ഹൃതിക പോവുക. നമ്മുടെ സ്വാമി ചിരിച്ചുകൊണ്ട് പറയാം, പാപം അല്പനേരം മേഡത്തിൻ്റെ കിളി അങ്ങ് പോയി. നമ്മുടെ രാജു എന്തോ ഒന്ന് സ്വാമിയെ കണ്ണു കാണിച്ച പോലൊരു ഡൗട്ട്. സ്വാമി പറയുക, നല്ല വിനയവും ഭാവത്തും ഉള്ള ഒരു കുട്ടിയാണ് ഈ ഹൃതിക മേഡം. അപ്പോൾ നമ്മുടെ ഹൃതിക അങ്ങോട്ട് ലാപ്ടോപ്പൊക്കെ ആയിട്ട് വന്നിട്ട് രാജുവിനെ ആ ഡിസൈൻ കാണിക്കുക. ആ ഡിസൈൻ കണ്ടതും രാജുവിന് എന്തോ ഭയങ്കര സന്തോഷം. ആ ഡിസൈൻ വളരെ മനോഹരമായിരിക്കുന്നതാണ് ആ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ രാധമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഹൃതിയെ അറിയാതെ അവർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുവാണ്. ഈ സന്ദീപും രോഷ്നിയും ചേർന്ന് ആ ഓഫീസിൽ രാജുവിനെതിരെ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്? പോരാത്തതിന് സന്ദീപ് എന്തിനും പോകുന്ന അംബികയും കൂട്ടുപിടിച്ചിരിക്കുവാണ്. ഇനി എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ വരാൻ പോകുന്നു. പക്ഷേ ദൈവാനുഗ്രഹമുള്ളവരാണല്ലോ രാജുവും ഹൃതിയും. അപ്പോൾ ദൈവം തന്നെ ഇതിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.